പ്രശ്നം ഒരു ചർച്ചിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് വിമർശിച്ച് എങ്ങനെ പൊതുസമൂഹത്തിൽ നമുക്കത് കൊണ്ടുവരുവാൻ കഴിയും? അങ്ങനെ വ്യഗ്രതയോട് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തെ ആളിക്കത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വരും തലമുറകൾക്ക് ദൈവവിശ്വാസം ഇല്ലാതാകും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഭക്തി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തു പോലുള്ള വിശ്വാസ സമൂഹങ്ങളെ ജനങ്ങൾ വിലമതിക്കില്ല. പറ്റിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ പ്രസ്ഥാനം അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണഭൂതരാരെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നങ്ങളെ പൊതുസമൂഹം ചർച്ചയ്ക്കെടുക്കുന്നത്. അതവരെ കുറ്റം പറയാനൊന്നുമില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായി സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഉള്ള ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പേര് ഹിസ്കിയാവ് എന്നാണ്. അദ്ദേഹം മരിക്കത്തക്ക രോഗം ബാധിച്ച് കിടന്ന മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിച്ചു. പിന്നെ നമ്മൾ 39-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ രോഗം സൗഖ്യമായി എന്ന് നാട്ടുരാജാക്കന്മാർ അറിഞ്ഞപ്പോഴും ഹിസ്കിയാവിനെ അന്വേഷിച്ച് കൊട്ടാരത്തിൽ ആൾക്കാർ വരികയാണ്, മറ്റ് രാജാക്കന്മാർ. വന്ന സമയത്ത് ഹിസ്കിയാവിന് എന്തോന്നില്ലാത്ത സന്തോഷവും ഒക്കെ ഉണ്ടായി. ഇവരുടെ സന്ദർശനം അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാക്കി. ഇത് യെശയ്യാ പ്രവചനം 39-ാമത്തെ അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഹിസ്കിയാ രാജാവ് ഈ വന്നവരെല്ലാം തൻ്റെ കൊട്ടാരത്തിലുള്ള സകല കാര്യങ്ങളെയും അദ്ദേഹം കാണിച്ചു. ആ കൊട്ടാരത്തിൽ എന്തൊക്കെയുണ്ട്, യുദ്ധസംബന്ധമായിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് അദ്ദേഹം എല്ലാം തുറന്നു കാണിച്ചു. ഇത് മനസ്സിലാക്കിയ ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ഇദ്ദേഹം രോഗം ബാധിച്ചിടുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു പ്രവാചകൻ യെശയ്യാ പ്രവാചകനാണ്. അതുകൊണ്ടാകണം യെശയ്യാ പ്രവാചകനെ തന്നെ ഹിസ്കിയാവിൻ്റെ അടുക്കലേക്ക് വിടുകയാണ്. അവിടെ വരുന്ന സമയത്ത് അതിൻ്റെ 4-ാമത്തെ വാക്യം, അവർ നിൻ്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ഹിസ്കിയാവിനോട് യെശയ്യാവ് ചോദിക്കുകയാണ്. അതിന് ഹിസ്കിയാവ് മറുപടി പറഞ്ഞത് പ്രകാരമാണ്, എൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം അദ്ദേഹം കാണിച്ചു എന്ന് ഹിസ്കിയാവ് യെശയ്യാവിനോട് പറയുകയാണ്. നമുക്ക് തുടർമാനമായ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 മുതൽ 8 വരെ പിന്നെ വാക്യങ്ങളുള്ളൂ. 39-ാമത്തെ അധ്യായത്തിൽ 8 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇത് നിനക്ക് നാശത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. അതിൻ്റെ അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിൻ്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിൻ്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കും എന്ന് യഹോവ അരുൾ ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഹിസ്കിയാവിനോട് അദ്ദേഹം പറയുകയാണ്. ഇത് കേട്ട ഹിസ്കിയാവിൻ്റെ മറുപടിയാണ് രസകരം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. 8-ാമത്തെ വാക്യം, ഹിസ്കിയാവ് കൊടുത്ത മറുപടി ശ്രദ്ധിച്ചു കൊള്ളുക. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. സത്യത്തിൽ തൊട്ടു മുമ്പേ പറഞ്ഞ ആ കാര്യങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം നിൻ്റെ പിതാക്കന്മാർ ശേഖരിച്ചിരിക്കുന്ന സകലത്തെയും ബാബേലിലേക്ക് കൊണ്ടുപോകും, നിൻ്റെ പുത്രന്മാരെ കൊണ്ടുപോകും, അടിമകളായിട്ട് കൊണ്ടുപോകും. ശുഭകരമല്ലാത്ത കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ ഹിസ്കിയാവിൻ്റെ മറുപടി എന്ന് പറയുന്നത്
നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അടുത്തതാണ് രസകരം, എങ്കിലും എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു. ഇത്രയ്ക്ക് സ്വാർത്ഥനായൊരു രാജാവ് ഒരിക്കൽ മരണത്തോട് മല്ലടിച്ചപ്പോൾ ദൈവം അവനെ രക്ഷിച്ചതാണ്. പിന്നെ രാജധാനിയിൽ ഭരിക്കാൻ കയറിയപ്പോൾ അയലത്തുള്ള രാജാക്കന്മാരെല്ലാം വിളിച്ച് തൻ്റെ കൊട്ടാരത്തിലെ സകല രഹസ്യങ്ങളെയും കാണിച്ചു. ഇത് ചോദ്യം ചെയ്തു വന്ന ദൈവദാസനോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട്, അതായത് ദൈവത്തിൻ്റെ ആത്മാവാണല്ലോ അദ്ദേഹത്തിലൂടെ സംസാരിച്ചത് പ്രവാചകനിലൂടെ, അദ്ദേഹം കൊടുത്ത മറുപടി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ എൻ്റെ കാലത്ത് ഇത് സംഭവിക്കത്തില്ല, അതിന് എനിക്ക് സന്തോഷമുണ്ട്. കാര്യം എൻ്റെ കാലത്ത് ഇത് സംഭവിക്കത്തില്ലല്ലോ, എൻ്റെ കാലത്ത് സമാധാനം ഐശ്വര്യം ഉണ്ടാകുമല്ലോ എന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇടയിൽ കാണുന്ന ആൾക്കാർ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പൊതുവെ വിശ്വാസികളുടെ കാര്യം തന്നെ എടുക്കാം, ഒരു പ്രശ്നം ഒരു ചർച്ചിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് വിമർശിച്ച് എങ്ങനെ പൊതുസമൂഹത്തിൽ നമുക്കത് കൊണ്ടുവരുവാൻ കഴിയും, അങ്ങനെ വ്യഗ്രതയോടെ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ പല വിമർശനങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിഷയങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ പലരും ഈ വീഡിയോസ് പല രീതിയിൽ ഇറക്കുമ്പോൾ തന്നെ മറ്റു പലരോടും അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അത് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ്, അതായത് അവരുടെ അകത്തളങ്ങളിലുള്ള കാര്യങ്ങളെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നല്ലതല്ലേ, പുറത്ത് വരണമല്ലോ, വന്നാലല്ലോ ഇതൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതൊരു ആത്മീയ മണ്ഡലമായതുകൊണ്ട്, ആത്മീയ മേഖല ആയതുകൊണ്ട് അത് തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള കാര്യത്തെ നമ്മൾ പബ്ലിക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, ഇപ്പം ഞങ്ങളുടെ ഉള്ളിലും പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലും പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ ദോഷം സമ്പാദിച്ചു വെക്കുന്ന കണക്കാണ്. ഈ ഹിസ്കിയാവിന് സംഭവിച്ചതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വാദോരാതെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ പ്രശ്നമാണ്, അതങ്ങനെയാണ് എന്ന് വെച്ചാൽ അവരെ കുറ്റം പറയുന്നില്ല, അവർക്കുണ്ടായ അനുഭവങ്ങളെ അവർ വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ആത്മീയ മണ്ഡലം എന്ന് എടുത്തു പറയാൻ കാരണം, ഒരു മനുഷ്യനെ ദൈവഭാഗത്തേക്ക് നയിക്കുക എന്നുള്ളതാണല്ലോ ഈ ആത്മീയത കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് ഏത് മതങ്ങളായാലും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അതെല്ലാം നിർമ്മിക്കപ്പെട്ടത്, സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അവരെല്ലാം ദൈവത്തിൻ്റെ ദൈവ വഴിയിലേക്ക്, സൃഷ്ടാവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. അങ്ങനെയൊക്കെയാണ് മതം സ്ഥാപിച്ചത്. പിന്നീടുള്ള ചിന്താഗതിക്ക് വന്ന തലമുറകൾക്ക് അവരിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശങ്ങൾ നല്ല വശങ്ങൾ തന്നെയാണ്. സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് ഒരു ഭക്തിയോടെ ജീവിക്കുക, ആരെയും ഉപദ്രവിക്കാതെ നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളെയും കൊണ്ട് എല്ലാ മതസംഹിതകളും അർത്ഥമാക്കുന്നത്. പക്ഷേ പിന്നെ വന്ന തലമുറകളൊക്കെ ഇത് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവരിൽ ചില ആശയങ്ങളൊക്കെ മാറി തീവ്ര ചിന്താഗതികൾ ഒക്കെ ആയിത്തീർന്നു. ഞാൻ തന്നെയാണ് ശരി, മറ്റുള്ളവർ തെറ്റാണ് എന്നുള്ള നിലയിലേക്ക് വരാനിടയായി. അപ്പോൾ ഇവിടെ നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തെ ആളിക്കത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഞാനീ പറഞ്ഞത്. ഹിസ്കിയാവ് ചെയ്തത് അത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞാണ്, എൻ്റെ കാലത്ത് സമാധാനമൊക്കെ ഉണ്ടാകുമല്ലോ, എൻ്റെ തലമുറകൾ എന്തായാലും എനിക്ക് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തു വെക്കുന്നത് വരും തലമുറയ്ക്ക് ദോഷമായി മാറും. ഏതെല്ലാം തലങ്ങളിലെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഭക്തി ഇല്ലാതെ പോകും, അവരിലുള്ള ദൈവവിശ്വാസം നഷ്ടപ്പെടും. വരും തലമുറ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നതെല്ലാം ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ നടക്കുന്നിടത്ത് എന്തിനാ വെറുതെ? പലരും ഈ വിഭാഗത്തിൽ നിന്ന്, വിശ്വാസ സമൂഹത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് തിരിഞ്ഞു പോകുന്നവരുണ്ട്. മതം ഈ പറഞ്ഞ വിശ്വാസമേ വേണ്ട എന്ന് ഉപേക്ഷിക്കുന്നവരുണ്ട്. ഈ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകപ്രകാരം മാക്സിമം ലോകപ്രകാരം ജീവിക്കുന്ന തലമുറകളുണ്ട്, വലിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം കണക്കാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചാടാനും പറ്റില്ല, രക്ഷപ്പെടാനും പറ്റില്ല എന്നുള്ള ആ ഒരു നിലയിൽ ഇരുന്നു കൊണ്ട്
അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവർ ലോകപ്രകാരം ജീവിതം നയിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വരും തലമുറകൾക്ക് ദൈവവിശ്വാസം ഇല്ലാതാകും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഭക്തി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തു പോലുള്ള വിശ്വാസ സമൂഹങ്ങളെ ജനങ്ങൾ വിലമതിക്കില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇറക്കിയപ്പോൾ അതിനകത്ത് പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഈ പെന്തക്കോസ്തു പ്രസ്ഥാനം മഹാ തട്ടിപ്പാണ് എന്നൊക്കെയാണ് അവർ പറയുന്നതിൽ. തെറ്റ് പറയാനില്ല. കാരണം ഈ ലോകത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ എന്താ പറയുന്നത് വല്ലാത്ത വിധത്തിൽ പറ്റിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ പ്രസ്ഥാനം അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണഭൂതരാരെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മളിൽ ഉണ്ടായ പ്രശ്നത്തെ നമ്മൾ പുറം ലോകം കാണിച്ചത് നമ്മൾ തന്നെയാണ്. ആ പുറം ലോകം കാണിച്ച വിഷയത്തെ എൻലാർജ് ചെയ്തത് നമ്മൾ തന്നെയാണ്. അത് പലയിടങ്ങളിലും പബ്ലിസിറ്റി ചെയ്തത് നമ്മൾ തന്നെയാണ്. പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പ്രസ്ഥാനവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് കുറച്ചുകൂടെ അതിൻ്റെ അകത്ത് ഒരു ബലം കൊടുത്തത് നമ്മൾ തന്നെയാണ്. അല്ലാതെ ലോക മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യണമെന്നാണോ? ഒരിക്കലും അല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ മനുഷ്യരുള്ളിടത്തോളം ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഉണ്ടാകും. ഏത് ഭക്തി പ്രസ്ഥാനമെടുത്താലും, അത് ക്രൈസ്തവ മാർഗവും മാത്രമല്ല, എവിടെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മറ്റു മതങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. നമ്മൾ ക്രൈസ്തവ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് അതിന് വ്യവസ്ഥകൾ കർത്താവ് തന്നിട്ടുണ്ട്. അതിനെ അതായത് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ കർത്താവ് ചില വ്യവസ്ഥകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പിൻഗാമികളായിട്ട് വന്ന പൗലോസ്ലീഹമാരെ പോലുള്ള ആൾക്കാരൊക്കെ ചില വ്യവസ്ഥകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദിമസഭ അനുകരിച്ചു വന്ന ചില വ്യവസ്ഥകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ വ്യവസ്ഥകളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളതിൻ്റെ പരിഹാരം കാണുക എന്നുള്ളതാണ് അനുകരണീയം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പരിഹാരം നമ്മൾ കാണുന്നില്ല. നമ്മൾ പരിഹാരം കാണുന്നതിന് പകരം അത് ലോകത്തിന് മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബാധിക്കപ്പെടുന്ന, അതായത് ഈ ഉണ്ടായ പ്രശ്നത്തെ പരിഹരിക്കപ്പെടുന്നില്ല, മറിച്ച് അത് മുഖാന്തരം വലിയ നഷ്ടം വരും തലമുറകൾക്കും അതുപോലെ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ഇപ്പോൾ ക്രിസ്തുവിൽ വരുന്നവർ, ഇവരെല്ലാം ദൈവവിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് സാധ്യതയേറെയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇതൊക്കെ നമ്മൾ ദൈവിക വ്യവസ്ഥകൾ ഇരിക്കുമ്പോൾ ആ വ്യവസ്ഥയനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആ വ്യവസ്ഥകളില്ലാതെ വരുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നങ്ങളെ പൊതുസമൂഹം ചർച്ചയ്ക്കെടുക്കുന്നത്. അതവരെ കുറ്റം പറയാനൊന്നുമില്ല. കാരണം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ വിഷയത്തെ പരിഹരിക്കാനുള്ള വ്യവസ്ഥകൾ തിരുവചനത്തിലുണ്ടെങ്കിലും എന്നാൽ ആ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നില്ല. പരിഹരിക്കാതെ അത് ലോകത്തിന് മുമ്പിൽ കൊണ്ടുപോവുകയാണ്. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതിയ സമയത്ത് പറഞ്ഞതാണ്, നിങ്ങളുടേതായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? നിങ്ങൾ ദൂതന്മാരെ വരെ വിധിക്കേണ്ടവരാണ്. അതുകൊണ്ട് അല്പമായ കാര്യങ്ങളെ വിധിക്കാൻ നിങ്ങൾ അപ്രാപ്തരാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്കുള്ള കാര്യങ്ങളെ വിധിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യമാണോ ഇപ്പോൾ നിലവിലിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ കൊരിന്ത്യ സഭയോട് ചോദിച്ചത്. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പുറത്തുള്ള ആൾക്കാരാണോ അത് പരിഹരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് തന്നെയാണ് ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് പരിഹരിക്കാൻ നമുക്ക് വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുമ്പോൾ അത് പരിഹരിക്കപ്പെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ആ സമൂഹം തന്നെ കാണണം. ആ പ്രശ്നത്തെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നാൽ അത് ഗുണമുണ്ടാകില്ല, ദോഷമേ ഉണ്ടാകൂ. അത് മുഖാന്തരം ഉണ്ടാകുന്നത് 100-ൽ 99.9% ദോഷം തന്നെ ഉണ്ടാകൂ. അപ്പോൾ അതിനുള്ള വ്യവസ്ഥകളെ നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം എന്ന് പറയുന്നത്. അതാ. അപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കുക, നമുക്ക് ചില വ്യവസ്ഥകൾ കർത്താവ് തന്നിട്ടുണ്ട്. ആ വ്യവസ്ഥകളെ മറികടന്നുകൊണ്ട് സഞ്ചരിച്ചതാണ് നമുക്ക് വന്ന പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഉപദേശത്തെ നമ്മൾ ടോട്ടലി എടുത്തങ്ങ് കളഞ്ഞു എന്നുള്ളതാണ്. അത് പറയാതെ വയ്യ, മൊത്തത്തിലെടുത്ത് കളഞ്ഞു. ചിലപ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നാണ് പറയണേ, മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ യേശുവിൻ്റെ ഉപദേശമില്ല. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലർ ബാധിക്കപ്പെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട്.
അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തെറ്റില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അവരുടെ ആരാധനമൂർത്തിയാണ്. അപ്പോൾ അവർക്കെതിരെ ഒരാൾ ഒരു കൂട്ടം സംഘം കൂടുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ ആക്രമണ വിധേയനായ അദ്ദേഹത്തെ രക്ഷിക്കാൻ അവർ മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് സഹജമാണ്. അത് എല്ലായിടങ്ങളിലുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരാളെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ, അദ്ദേഹത്തെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി എന്താണ് അവരുടെ കൂട്ടത്തിലുള്ളവർ ഇറങ്ങുന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരിറങ്ങും. പറഞ്ഞ് മനസ്സിലാണോ? അപ്പം നമ്മൾക്കിടയിൽ പറ്റിപ്പോയി വേറെ ഇത് പറയാം. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്ത് നമ്മുടെ ഇടയിൽ സംഭവിച്ചാലും നമ്മൾ എന്നൊരു അക്ഷരം ഉണ്ടല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തെ നമ്മുടെ ഉള്ളിൽ പരിഹരിക്കാനായിട്ട് നമുക്ക് പ്രാഗൽഭ്യം നഷ്ടപ്പെടുന്നു. ഒന്ന്, അവരെ പോലെ നമ്മൾ ജീവിക്കുന്നതുണ്ടാകാം. രണ്ട്, വേറൊരു വാക്യം യേശു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വിധിക്കരുത്, വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കപ്പെടും എന്നുള്ള വാക്യം ഇവരെ ഭയപ്പെടുത്തുന്നു. ഈ ഭയം കൊണ്ട് നമ്മൾ വിധിക്കാനായിട്ട് നമ്മളത് വിധിക്കാൻ പാടില്ല, നമ്മളൊന്നും മിണ്ടരുത്, ശാന്തമായിരിക്കണം. അപ്പോൾ ഈ വാക്യമാണ് മിക്ക പാസ്റ്റേഴ്സും എടുത്ത് പ്രസംഗിക്കുന്നത്. നിങ്ങൾ വിധിക്കരുത് എന്ന് പറയും. അതിന് എക്സാമ്പിൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോശയ്ക്കെതിരായിട്ട് മോശയുടെ സഹോദരി മിരിയാം എന്ന് പറഞ്ഞൊരു സഹോദരി മോശയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ അവൾ കുഷ്ഠരോഗം വന്നു എന്നാണ് തിരുവചനം പറയുക. അതെടുത്ത് പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ദൈവദാസന്മാർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് വിശ്വാസികൾ ഭയപ്പെടുകയാണ്. പ്രിയ കൂടപ്പിറപ്പേ, അവിടെ മോശ എന്ന് പറയുന്നത് ദൈവപുരുഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ തെറ്റും ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹം ഭക്തി നിർഭരമായ ഒരു ജീവിതം നയിക്കുന്ന വലിയൊരു കൂട്ടത്തെ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തിലേക്ക് യാത്ര കൊണ്ടുപോയ ഒരു ഭക്തനായ മനുഷ്യൻ, തൻ്റെ വിശ്വാസത്താൽ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചവൻ, താൻ ചെയ്ത പ്രവൃത്തികൾ അനേകമാണ്. അത്രയ്ക്ക് ഭയഭക്തിയോടെ ജീവിച്ച ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആ ഭക്തനായ മനുഷ്യന് വിരോധമായിട്ട് തൻ്റെ സഹോദരി എഴുന്നേറ്റ് ഇടപെട്ടപ്പോൾ ദൈവം തമ്പുരാൻ അവർക്ക് ശിക്ഷ കൊടുത്തു. ആ ഭക്തനായ മനുഷ്യന് എതിരെ നിന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ, ആ ഒരു പ്രശ്നം നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടു, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ അത് ന്യായമായിട്ട് നമുക്ക് തോന്നി, അത് ന്യായരഹിതമാണ്, അത് ശരിയല്ല, കാണിച്ചത് ശരിയല്ല എന്ന് പറയുന്നതിന് എന്തിനു ഭയക്കണം? അത് ദൈവദാസനാണെങ്കിൽ അല്ലയോ നമുക്ക് ആ ശാപം വരിക, അത് ദൈവദാസനാണെങ്കിൽ അല്ലയോ നമുക്ക് ദൈവിക ശിക്ഷ വരിക. എന്നാൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ആളിനെ നമ്മൾ വിധിക്കാൻ പാടില്ല, ദൈവം നമ്മളെ വിധിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംതിങ് റോങ്, എന്തോ സംഭവിച്ചു പോയി എന്നുള്ളതിന് തെളിവാണ്. അന്ധമായ അതിനെ ഒരു ആരാധന മൂർത്തിയായിട്ട് നിങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവദാസം എതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശാപം വരും എന്ന് ചിന്തിക്കുന്നത് മൂഢമായ ചിന്തയാണ്. അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനാണെങ്കിൽ, ഇത്തരത്തിലുള്ള റിമാർക്സുകൾ ഇല്ലാത്ത ആളാണെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന കാര്യമാണ് ആ മോശയുടെ ചരിത്രം നമ്മളെ വിളിച്ചോതുന്നത്. എന്നാൽ ഇന്ന് അതല്ലല്ലോ. നമ്മുടെ മുമ്പിൽ നടക്കുന്ന പ്രത്യക്ഷമായി തെളിവ് സഹിതം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളത് തിരുത്തുവാൻ നമ്മൾ ആഹ്വാനം ചെയ്യാറില്ല. നമ്മുടെ ദൈവദാസർ അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മളത് പറയാൻ നമുക്ക് ധൈര്യം വരുന്നില്ല. പാസ്റ്റേഴ്സ് ഇങ്ങനെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം മോശയുടെ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഭക്തനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. വിശുദ്ധനായി ജീവിച്ചു. എന്നാൽ ഈ അശുദ്ധിയിൽ നടമാടുന്ന, ദൈവവചനത്തിന് വിരുദ്ധമായി നടക്കുന്ന, വചനത്തെ വിരുദ്ധമായി പ്രസ്താവിക്കുന്ന ആൾക്കാരുടെ കാര്യത്തെ സഭയിലുള്ള സഭാജനങ്ങൾ ചോദ്യം ചെയ്യാൻ എന്തിനു ഭയക്കണം? അത് ചോദ്യം ചെയ്തില്ലെങ്കിലാണ് പ്രശ്നമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ വിധി എന്നുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് പലരും പുറകോട്ട് വലിയുന്നതായിട്ട് കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞ് ശരിയാണ്, ആരെയും വിധിക്കരുത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്ത.